പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സായ ഫസ്റ്റ് ലാബിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിലെ 1-2 ആശയങ്ങളാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നല്ല പരിചയമുള്ള വാക്കാണ് വൃത്തം. നിങ്ങളുടെ നിത്യജീവിതത്തിൽ വൃത്താകൃതിയിലുള്ള അനേകം വസ്തുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 9ാം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്ത് വൃത്തങ്ങളെക്കുറിച്ച് കുറച്ച് ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആദ്യം നമുക്കതൊന്ന് ഓർത്തു നോക്കാം. എന്താണ് വൃത്തം? നിങ്ങളുടെ മനസ്സിൽ വൃത്തം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ചിന്ത എന്താണ്? ആക്ഷൻ മാത്രമാണ്. കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുന്ന ചിത്രമാണ് വൃത്തം. അങ്ങനെ പറഞ്ഞാൽ മതിയോ? വൃത്തത്തിൻ്റെ നിർവചനം പറയാൻ പറഞ്ഞാൽ മറ്റൊരു കുട്ടി പറയും, ഒരു ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിലുള്ള ബിന്ദുക്കളുടെ കൂട്ടമാണ് വൃത്തമെന്ന്. ആ പറഞ്ഞ കാര്യത്തിൽ തികച്ചും ശരിയാണോ അത്? ഒരർത്ഥത്തിൽ അത് ശരിയാണ്. നമുക്കിവിടെ ആ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നോക്കാം. ഇവിടെ ഈ ബിന്ദു എടുത്ത് ഞാനൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ വൃത്തം വരയ്ക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? ആ സ്ഥലമില്ല. അപ്പം സ്ഥലമില്ലാത്തത് കൊണ്ട് വൃത്തം കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ തത്വം ഒന്ന് മാറ്റി പറഞ്ഞാൽ, അതായത് ഒരു തലത്തിലുള്ള ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിൽ അതേ തലത്തിലുള്ള ബിന്ദുക്കളുടെ കൂട്ടമാണ് വൃത്തം എന്ന് നമുക്ക് പറയാം. വൃത്തമായിട്ട് അടുത്ത് പറയാൻ പോകുന്നത് ആരമാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. ചിത്രത്തിൽ ആരം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആരം? ചിത്രം നോക്കിയാൽ മനസ്സിലാവും. കേന്ദ്രവും വൃത്തത്തിലെ ഒരു ബിന്ദുവും യോജിപ്പിക്കുന്ന വര. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് എനി പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് കോൾഡ് റേഡിയസ്. വൃത്തത്തിൽ അനേകം ആരങ്ങൾ നിർമ്മിക്കാം. ഇനി അടുത്ത ചിത്രം നോക്കൂ. അവിടെ വരച്ചിരിക്കുന്ന വരയുടെ പേര് നിങ്ങൾക്കറിയാം. ഞാൻ. കോഡ് ഓഫ് ദ സർക്കിൾ. എന്താണ് ഞാണിൻ്റെ നിർവചനം? വൃത്തത്തിലെ 2 ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര. എ ലൈൻ ജോയിനിങ് എനി 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ഈസ് കോൾഡ് കോഡ്. ഇവിടെയും ചെറിയ ഞാൺ മുതൽ വലിയ ഞാൺ, വീണ്ടും ചെറിയ ഞാൺ, ഒരുപാട് ഞാണുകൾ വൃത്തത്തിൽ നിർമ്മിക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു ചിത്രം നോക്കൂ. ചിത്രത്തിൽ വരച്ചിരിക്കുന്ന വര എന്തിനെ സൂചിപ്പിക്കുന്നു? വ്യാസം. ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. എന്താണ് വ്യാസത്തിൻ്റെ നിർവചനം? 2 ബിന്ദുക്കൾ വൃത്തത്തിലും ആ വര കേന്ദ്രത്തിൽ കൂടി കടന്നുപോയാൽ അതിൻ്റെ പേരാണ് വ്യാസം. എ ലൈൻ ജോയിനിങ് എനി 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ വിച്ച് പാസസ് ത്രൂ ദ സെൻറ്റർ ഈസ് കോൾഡ് ഡയമീറ്റർ. ഇനി വ്യാസത്തെ ഞാണുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തി പറയാമെന്ന് നോക്കൂ.
നിങ്ങൾ നേരത്തെ ഞാൺ കണ്ടിട്ടുണ്ട്. ആ ഞാണ് വലുതാക്കി 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 ഏറ്റവും വലിയ ഞാണാകുമ്പോഴാണ് വ്യാസമാകുന്നതെന്നും അതിന് താഴോട്ട് പോകുമ്പോൾ വീണ്ടും ഞാണ് കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ട് ഏറ്റവും വലിയ ഞാണാണ് വ്യാസം. അതുപോലെ ഒന്നുകൂടി ഞാണിനെ ഓർത്ത് പറയാം. ഒരു ഞാൺ കേന്ദ്രത്തിൽ കൂടി കടന്നുപോയാൽ അതായിരിക്കും വ്യാസം. എ കോഡ് passes through the center is called diameter. A largest chord is called diameter. ഇനി ആരവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ വ്യാസത്തെ പറയാം? ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം. ആരത്തിൻ്റെ ഡബിളാണ് ഡയമീറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് ആരംഭിക്കുന്നത്. Can you draw a right triangle of hypotenuse 5 centimeters? കർണം 5 സെന്റിമീറ്റർ ആയ മട്ടത്രികോണം നിർമ്മിക്കാൻ കഴിയുമോ? എല്ലാവർക്കും ആ മട്ടത്രികോണം വരയ്ക്കാൻ സാധിക്കുമോ? വരയ്ക്കണമെങ്കിൽ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന ഒരാശയം അവിടെ വേണം. ഏറ്റവും വലിയ വശമാണ് കർണമെന്നും കർണത്തിനെതിരെയുള്ള കോണാണ് ഏറ്റവും വലിയ കോണെന്നും ആ കോൺ 90 ഡിഗ്രിയാണെന്നും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 5 സെന്റിമീറ്റർ വശത്തിൻ്റെ അറ്റങ്ങളിൽ 90 ഡിഗ്രിയിൽ കുറവായ കോണെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കില്ലേ? എല്ലാവരും വരച്ചു നോക്കൂ. നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ആ മട്ടത്രികോണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവുക? പറഞ്ഞോളൂ. 5 സെന്റിമീറ്റർ ഒരു വര വരച്ച് അതിൻ്റെ രണ്ടറ്റങ്ങളിലും 90 ഡിഗ്രിയിൽ കുറവായ കോണെടുത്തുകൊണ്ടാണ് മട്ടത്രികോണം നിർമ്മിച്ചിട്ടുണ്ടാവുക. അത് ഞാനിവിടെ ഈ സ്ലൈഡർ ചലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വരച്ചിരിക്കുന്ന മട്ടത്രികോണം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ സെറ്റ് സ്ക്വയറിൻ്റെ മട്ടമൂല ഈ ബിന്ദു ഇവിടെ വെച്ചുകൊണ്ട് ആ സെറ്റ് സ്ക്വയറിൻ്റെ രണ്ടറ്റങ്ങൾ കർണത്തിലേക്ക് യോജിപ്പിക്കുന്ന വിധത്തിൽ അനേകം മട്ടത്രികോണങ്ങൾ നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകും. ഇത് മുകളിലേക്ക് മാത്രമല്ല താഴത്തേക്കും ഇതേപോലെ നിർമ്മിച്ചിട്ടുണ്ടാകും. നിങ്ങളിവിടെ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. കർണം ഫിക്സ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന 3 മൂലകളാണ് ഇവിടെയെല്ലാം കാണുന്നത്. ഈ 3 മൂലകളെല്ലാം സഞ്ചരിക്കുന്ന ഒരു പാതയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആ പാതയാണ് വൃത്തം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിവിടെ തന്നിരിക്കുന്നത് കർണം ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു മട്ടത്രികോണം എങ്ങനെ നിർമ്മിക്കാമെന്നാണ്. അങ്ങനെ വരയ്ക്കുന്ന മട്ടത്രികോണങ്ങളുടെ എല്ലാം 3 മൂലകൾക്ക് എന്താണ് പ്രത്യേകത എന്നാണ് ഞാനിവിടെ കണ്ടെത്തുന്നത്. ഇവിടെ ഈ സ്ലൈഡർ ചലിപ്പിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അനേകം മട്ടത്രികോണങ്ങൾ നിർമ്മിക്കുകയും ആ മട്ടത്രികോണങ്ങളുടെ എല്ലാം 3 മൂലകൾ ഒരു സഞ്ചാരപാത നിർമ്മിക്കുകയും ആ സഞ്ചാരപാത പൂർത്തീകരിച്ച് ഒരു വൃത്തം ഉണ്ടാക്കുകയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു
വൃത്തത്തിന് പുതിയൊരു നിർവചനം കൂടി കൊടുക്കാൻ സാധിക്കും. കർണം ഫിക്സ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന മട്ടത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂലകൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയാണ് വൃത്തം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വ്യാസത്തിൻ്റെ അറ്റങ്ങളെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ മട്ടകോൺ, അതായത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അത് നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ കർണം ഫിക്സ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു മട്ടത്രികോണം വൃത്തത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നോക്കാം. ഇവിടെ കർണമായി വരുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. അതുപോലെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലെ ഒരു സി അടയാളപ്പെടുത്തുക, എ സിയും ബി സിയും യോജിപ്പിക്കുക. അതുപോലെ തന്നെ സിയും ഒയും യോജിപ്പിച്ചാൽ കിട്ടുന്ന 2 ത്രികോണമുണ്ട് ഇവിടെ. ആ ത്രികോണങ്ങൾക്ക് വല്ല പ്രത്യേകതയുമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കളും കേന്ദ്രവും തമ്മിൽ യോജിപ്പിക്കുമ്പോഴുള്ള ത്രികോണം. 9ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. എന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണമാണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതായത് എഒ എന്ന വശവും സിഒ എന്ന വശവും തുല്യമാണ്. അതുപോലെ BOC എന്ന ത്രികോണത്തിൽ BO എന്ന വശവും CO എന്ന വശവും തുല്യമാണ്. സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ഈ കോണും 50 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ കോൺ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ഈ കോണും 40 ഡിഗ്രി ആയിരിക്കും. ആ 2 ആംഗിളും ആഡ് ചെയ്താൽ കോൺ OCA പ്ലസ് കോൺ OCB 90 ഡിഗ്രി ആണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. അതായത് ACB ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന തത്വം എന്താണ്? ഒരർദ്ധവൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ മട്ടകോണാണെന്ന് നമ്മളിവിടെ കോൺ അളന്ന് നോക്കി പരിശോധിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മളിപ്പോൾ കണ്ടെത്തിയ തത്വം എന്താണ്? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണെന്നാണ്. നമുക്കത് ബീജഗണിത രീതിയിലൊന്ന് തെളിയിച്ചു നോക്കാം. AOC എന്ന ത്രികോണം ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ 2 കോണുകളും തുല്യമായിരിക്കും. എ എന്ന കോൺ X എന്നെടുത്താൽ സിയിലെ കോണും X ഡിഗ്രി ആയിരിക്കും. അതുപോലെ Y ഈ കോണും എന്തായിരിക്കും? Y ആയിരിക്കും. ഇവിടെ ABC എന്ന ത്രികോണത്തിലെ മുഴുവൻ കോണുകളും കൂട്ടിയാൽ നമുക്ക് കോൺ X, കോൺ Y ഈ 4 കോണുകളും കൂട്ടിയാൽ ത്രികോണം ABCയിലെ കോണാണ്. അത് 180 ആണെന്ന് നിങ്ങൾക്കറിയാം. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്കറിയാം 2x പ്ലസ് 2y ഈക്വൽ ടു 180, 2 ഇൻറ്റു x പ്ലസ് y ഈക്വൽ ടു 180, x പ്ലസ് y ഈക്വൽ ടു 180/2, x പ്ലസ് y ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ഈ കോണും കൂട്ടിയാൽ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കിനി ഏത് വൃത്തമെടുത്താലും അർദ്ധവൃത്തത്തിലെ കോൺ എല്ലായ്പ്പോഴും മട്ടകോണായിരിക്കും. അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അതായത് വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും കിട്ടുന്നത് മട്ടകോണാണ്. If we join the ends of a diameter of a circle,
to a point on the circle, we get a right angle. അതായത് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന തത്വം. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണെന്നാണ് നമുക്ക് ലഭിച്ചത്. ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങളെ വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണിന് എന്താണ് പ്രത്യേകത എന്നും അത് വൃത്തത്തിനകത്തുള്ള ഒരു ബിന്ദുവിൽ യോജിപ്പിച്ചാൽ കിട്ടുന്ന കോണിന് എന്താണ് പ്രത്യേകത എന്നും നമുക്കിനി കണ്ടുപിടിക്കാം. നമ്മളിവിടെ കണ്ടെത്തിയ തത്വം ഒന്നും കൂടി പറയാം. ഒരു വ്യാസത്തിൻ്റെ രണ്ടറ്റത്തെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ യോജിപ്പിച്ചാൽ കിട്ടുന്നത് ഒരു മട്ടത്രികോണമാണെന്നും അർദ്ധവൃത്തത്തിലെ കോൺ എല്ലായ്പ്പോഴും മട്ടകോണാണെന്നും അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി അത് നമുക്കിവിടെ ഈ ചിത്രത്തിൽ എവിടെ ചലിപ്പിച്ചു കഴിഞ്ഞാലും 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വ്യാസത്തിൻ്റെ രണ്ടറ്റത്തെ വൃത്തത്തിലെ അകത്തുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കായാലും പുറത്തുള്ള ഒരു ബിന്ദുവിലേക്കും നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാവുന്നതാണ്. ഇവിടെ ആദ്യം പുറത്തുള്ള ഒരു ബിന്ദുവിലേക്കാവുമ്പോൾ ആ കോണുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കോൺ 70 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. അത് പുറത്താകുമ്പോൾ 79, വൃത്തത്തിലാകുമ്പോൾ 90 ഡിഗ്രി, വൃത്തത്തിനകത്തേക്ക് വരുമ്പോൾ 139 ഡിഗ്രി എന്നാണ്. 90-നേക്കാൾ കൂടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? പി എന്ന ബിന്ദു വൃത്തത്തിലാണെങ്കിൽ 90 ഡിഗ്രിയാണെന്നും വൃത്തത്തിന് അകത്താണെങ്കിൽ 120 ഡിഗ്രിയാണെന്നും വൃത്തത്തിന് പുറത്താണെങ്കിൽ 70 ഡിഗ്രിയും എന്നാണ്. അതായത് പി വൃത്തത്തിലാകുമ്പോൾ 90, വൃത്തത്തിന് പുറത്താകുമ്പോൾ 90-നേക്കാൾ കുറവ്, വൃത്തത്തിനകത്താകുമ്പോൾ 90-നേക്കാൾ കൂടുതൽ. When P comes inside, angle greater than 90 degree. Angle in a semicircle is always 90 degree. And when P goes outside, angle less than 90 degree എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് നമുക്ക് ലഭിച്ചത്? ഒരു വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്നത് മട്ടകോണാണെന്നും വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിലേക്കാണ് യോജിപ്പിക്കുന്നതെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ കുറവാണെന്നും വൃത്തത്തിനകത്തുള്ള ബിന്ദുവിലേക്കാണ് യോജിപ്പിക്കുന്നതെങ്കിൽ അത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെന്നും നമുക്ക് കാണാൻ സാധിച്ചു. ഇനി നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാലോ. ഇനി നമുക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന തത്വം ബീജഗണിതത്തിൽ തെളിയിച്ചു നോക്കാം. അതായത് വ്യാസത്തിൻ്റെ അറ്റത്തുള്ള രണ്ട് ബിന്ദുക്കളാണ് എ ബി. അവ വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവായ പിയിൽ യോജിപ്പിച്ചാൽ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കുമെന്ന് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ പി സി ബി എന്ന ത്രികോണത്തിൻ്റെ സി എന്ന ശീർഷത്തിലെ പുറംകോണാണ് ഈ എ സി ബി എന്ന കോൺ. പുറംകോണിൻ്റെ അളവ് പിയിലെയും ബിയിലെയും അകക്കോണുകളുടെ അളവുകളുടെ തുകയ്ക്ക് തുല്യമാണെന്ന് മുൻ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ആംഗിൾ എ സി ബി ഈസ് ദി ഔട്ടർ ആംഗിൾ അറ്റ് സി ഓഫ് triangle CPB. So it is the sum of the inner angles at P and B. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും എക്സും വൈയും കൂടിച്ചേർന്നതാണ് 90. അതുകൊണ്ട് എക്സ് 90-നേക്കാൾ കുറവായിരിക്കും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ഡിഗ്രി. ദർഫോർ ആംഗിൾ ബി പി സി ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ
എ ബി എന്ന വ്യാസത്തിൻ്റെ അറ്റത്തിൽ നിന്നും വരയ്ക്കുന്ന വരകൾ വൃത്തത്തിനകത്താണ് യോജിപ്പിക്കുന്നതെങ്കിൽ എ സി ബിയുടെ അളവ് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ആണെന്ന് നേരത്തെ കണ്ടു. നമുക്കിവിടെ നേരത്തെ പറഞ്ഞതുപോലെ എ സി ബി ഒരു സിയിലെ ഔട്ടർ ആംഗിളാണ്. അതിൻ്റെ അളവ് ഇയിലെയും ബിയിലെയും കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എ സി ബി ഈക്വൽ ടു 90 പ്ലസ് ഈ ചെറിയ കോണായ ഇ ബി സി. ദർഫോർ കോൺ എ സി ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. കാരണം 90-നേക്കാൾ കൂടുതലാണ്. 90 പ്ലസ് ഇ ബി സിയും ഉള്ളത് കൊണ്ട് തന്നെ 90-നേക്കാൾ കൂടുതലാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന തത്വം എന്താണെന്ന് നോക്കാം. വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ രണ്ടറ്റത്തു നിന്ന് വരയ്ക്കുന്ന വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അവ കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലായിരിക്കും. If a pair of lines drawn from the ends of a diameter of a circle are perpendicular to each other, then they meet on the circle. ഇതിനെ അല്പമൊന്ന് മാറ്റി പറഞ്ഞാൽ ഒരു വരയുടെ രണ്ടറ്റത്തു നിന്ന് പരസ്പരം ലംബമായി വരയ്ക്കുന്ന വരകളെല്ലാം ആ വര വ്യാസമായ വൃത്തത്തിൽ കൂട്ടിമുട്ടുന്നു. All pairs of mutually perpendicular lines drawn from the ends of a fixed line meet on the circle with that line as diameter. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തത്വത്തിൻ്റെ റിവേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഒരു വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് പരസ്പരം ലംബമായി വരയ്ക്കുന്ന വരകൾ വൃത്തത്തെ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വ്യാസമാകുമോ എന്നും, അതുപോലെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ കാണുന്ന ചില പ്രായോഗിക പ്രശ്നങ്ങൾ എങ്ങനെ ചെയ്യാമെന്നും ഇനി നമുക്ക് നോക്കാം. If we draw mutually perpendicular lines from a point on a circle and join the points where they cut the circle, do we get a diameter? എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമുക്കിവിടെ വൃത്തത്തിലെ ബി എന്ന ബിന്ദുവിൽ നിന്ന് പരസ്പരം ലംബമായ രണ്ട് വരകൾ വരയ്ക്കാം. ബിയിൽ നിന്നും മ്യൂച്വലി പെർപെൻഡിക്കുലറായ രണ്ട് ലൈൻ നമുക്ക് വരച്ചു നോക്കാം. ബിയിൽ നിന്നും ഒരു ലൈൻ വരച്ചു, അതിന് പെർപെൻഡിക്കുലറായിട്ട് വരച്ച് നമുക്ക് അളന്നു നോക്കിയാൽ മനസ്സിലാകും ആ 90 ഡിഗ്രിയാണ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ആ വൃത്തത്തെ ഖണ്ഡിക്കുന്ന ബിന്ദുക്കളൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അവിടെ സി എന്ന ബിന്ദുവിലും ഇ എന്ന ബിന്ദുവിലാണ് ആ ബിന്ദുക്കൾ ഗണിച്ചിരിക്കുന്നത്. അതൊന്ന് ലൈനൊന്ന് യോജിപ്പിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് വ്യാസമാണോ എന്ന് കാണാൻ വേണ്ടി 9ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഒരു തത്വം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇതൊരു ത്രികോണത്തിൻ്റെ ശീർഷങ്ങളിലൂടെ പോയ വൃത്തമാണ്. അതുകൊണ്ട് ഇതിനെ സർക്കം സർക്കിൾ എന്ന് പറയാം, പരിവൃത്തം എന്നാണ് പറയുന്നത്. ഒരു മട്ടത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രം റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൻ്റെ സെൻറ്റർ ഓഫ് ദ സർക്കം സർക്കിൾ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ന്യൂസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ മധ്യബിന്ദുവിലായിരിക്കും പരിവൃത്ത കേന്ദ്രം. അത് നമുക്കിവിടെ ആ ബിന്ദു നമുക്ക് എ ആയിട്ട് എടുക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സി ഇ എന്ന വര ഒരു വ്യാസമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രയോഗമൊന്ന് നോക്കാം. കേന്ദ്രമറിയാത്ത
ഒരു സന്ദർഭത്തിൽ വൃത്തഭാഗം കിട്ടിയാൽ കേന്ദ്രം കണ്ടുപിടിക്കാൻ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു വൃത്തഭാഗത്തിൽ 1 2 ഞാണുണ്ടാക്കി ഞാണുകളുടെയെല്ലാം ലംബസമഭാജികൾ കേന്ദ്രത്തിലൂടെ കടന്നു പോകുമെന്നും 2 ഞാണിൻ്റെ ലംബസമഭാജി വരച്ചാൽ കൂട്ടിമുട്ടുന്ന ബിന്ദു കേന്ദ്രമായിരിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന തത്വപ്രകാരം വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് പരസ്പരം ലംബമായി വരയ്ക്കുന്ന വരകൾ വ്യാസത്തിൻ്റെ അറ്റങ്ങളിലാണ് കൂട്ടിമുട്ടുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നിങ്ങളെ വീട്ടിലുള്ള കിണറിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു വസ്തു വെച്ച് പേപ്പറിൽ വരച്ച് അതിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കാൻ ഒക്കെയുള്ള മാർഗം ഇവിടെ ഒരു ബിന്ദുവിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറായ 2 ലൈൻ വരച്ചതുപോലെ മറ്റൊരു ബിന്ദുവിൽ നിന്നും പെർപെൻഡിക്കുലറായി ഒരു ലൈൻ വരച്ച് അവ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചാൽ ആ വരയും വ്യാസമാണെന്നും ആ 2 വരകളും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് കേന്ദ്രമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്ന് പഠിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണ് വ്യാസത്തിൻ്റെ അറ്റങ്ങളെ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺ മട്ടകോണാണെന്നും വൃത്തത്തിന് പുറത്താണെങ്കിൽ അത് 90 ഡിഗ്രിയേക്കാൾ കുറവാണെന്നും വൃത്തത്തിനകത്താണെങ്കിൽ അത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെന്നും. രണ്ടാമത്തെ ആശയം വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് പരസ്പരം ലംബമായി വരയ്ക്കുന്ന വരകൾ വ്യാസത്തിൻ്റെ അറ്റങ്ങളിലാണ് കൂട്ടിമുട്ടുന്നത് എന്നുമാണ് പഠിച്ചിരിക്കുന്നത്. ഈ ആശയം ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ ഹോംവർക്കുകൾ ചെയ്യുക, നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്ത് ഉത്തരങ്ങൾ കണ്ടെത്തുക. ഇന്നിവിടെ ഞാനൊരു അസൈൻമെൻറ്റ് തരുന്നുണ്ട്. A triangle is drawn by joining a point on a semicircle to the ends of the diameter. Then semicircles are drawn with the other 2 sides as diameter. Prove that the sum of the areas of the blue and red crescents in the second picture is equal to the area of the triangle. ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിൻ്റെ 2 അറ്റങ്ങളും ചേർത്ത് ഒരു ത്രികോണം വരച്ചു. തുടർന്ന് ത്രികോണത്തിൻ്റെ മറ്റു 2 വശങ്ങൾ വ്യാസമായി അർദ്ധവൃത്തങ്ങളും വരച്ചു. രണ്ടാം ചിത്രത്തിലെ നീലയും ചുവപ്പുമായ ചന്ദ്രക്കലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടുമെന്ന് തെളിയിക്കുക. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ആ അസൈൻമെൻറ്റ് ചെയ്ത് തയ്യാറായിരിക്കുക. ബൈ.